നാഥാപുരം പള്ളിയിലെ ചന്ദനക്കുടത്തിലെ എന്ന് തുടങ്ങുന്ന തച്ചോളി അമ്പുവിലെ പാട്ട് കേട്ടിട്ടില്ലേ? പള്ളിക്കും ചന്ദനക്കുടത്തിനും തമ്മിൽ ബന്ധമൊന്നുമില്ലെങ്കിലും നാദാപുരം പള്ളിയുടെ അത്ഭുതങ്ങൾ കുറച്ചൊന്നുമല്ല. 22 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയ കൊത്തുപണികളാലും കരവിരുതുകളാലും പടുത്തുയർത്തിയ പുണ്യസ്ഥലം. പണ്ട് തച്ചോളി ഒതേനന്റെയും ഉണ്ണിയാർച്ചയുടെയും പടയോട്ടത്തിന് സാക്ഷ്യം വഹിച്ച നാദാപുരത്തെ പള്ളി. ഇതുപോലുള്ള ഒരുപാട് കഥകൾ ഉറങ്ങുന്ന മറ്റ് പുണ്യസ്ഥലങ്ങൾ നിങ്ങൾക്കറിയുമോ? അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇനി വീഡിയോയിലേക്ക് പോകാം. പണ്ട് കുറ്റിപ്പുറം കോവിലകത്തിനും കടത്തനാട് കൊട്ടാരത്തിനും ഇടയിലുള്ള സ്ഥലമായിരുന്നു നാദാപുരം. നാദാപുരം എന്ന പേരിന്റെ ഉത്ഭവം നാഗപുരം എന്ന വാക്കിൽ നിന്നാണെന്നൊക്കെ കഥകളുണ്ട്. കടത്തനാടിന്റെ ബാലാട്ടത്തിലൂടെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന നാടാണ് നാദാപുരം. നമ്മുടെ ദഫ്മുട്ടും പൂരക്കളിയും കോൽക്കളിയും ഒക്കെ ഇവിടെ നിന്നാണ് വളർന്നു വന്നത്. ഹെർമൻ ഗുണ്ടറ്റ് തന്റെ മലയാള രാജ്യം ചരിത്രത്തോട് ചേർന്ന ഭൂമിശാസ്ത്രം എന്ന പുസ്തകത്തിലൊക്കെ ഈ നാടിന്റെ സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടറ്റിനെ അറിയില്ലേ? കേരളത്തിനും മലയാള ഭാഷയ്ക്കും ഒരുപാട് സംഭാവനകൾ നൽകിയ ജർമ്മൻ ഭാഷാ പണ്ഡിതനാണ് ഈ ഹെർമൻ ഗുണ്ടറ്റ്. ഇതുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ നാദാപുരം പള്ളിയുടെ പെരുമയും ആ നാടിന്റെ പെരുമയുയർത്താൻ കാരണമായി. പുരാതനമായ നാദാപുരം പള്ളി പണിയിച്ചത് ആരാണെന്നോ എപ്പോഴാണെന്നോ കൃത്യമായ വിവരമില്ലെങ്കിലും പണ്ട് മലബാറിൽ കുടിയേറി പാർക്കാനെത്തിയ വ്യാപാരികൾക്കൊപ്പം എത്തിച്ചേർന്ന മുഹമ്മദ് എന്നൊരാളാണ് പള്ളിപ്പണിക്ക് നേതൃത്വം നൽകിയതെന്ന് നാദാപുരത്തുകാർ പറയുന്നു. പൂച്ചാക്കോൽ ഓറെന്നായിരുന്നു ഇയാളെ പഴമക്കാർ വിളിച്ചിരുന്നത്. ഇദ്ദേഹം താമസിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പൂച്ചാക്കോൽ വീട് ഇന്നും കോട്ടമൊന്നും തട്ടാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പഴയ കാലത്തെ കല്ലാശാരിമാരും മര ആശാരിമാരും കല്ലിലും മരത്തിലും തീർത്ത കരവിരുതുകളും ശേഷിപ്പുകളും നഷ്ടപ്പെടാതെ ഇന്നും കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഇവിടം ആരെയും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. 4 ആൾ ഉയരമുള്ള കൂറ്റൻ കരിങ്കല്ലിൽ തീർത്ത തൂണുകൾ, ഏറെ കനത്തിൽ പണിത മരസാമഗ്രികൾ, ഏത് സ്ട്രോങ് റൂമിനെയും വെല്ലുന്ന ഖജനാ പെട്ടിയുമൊക്കെ കാലം ഇത്രയായിട്ടും ഇന്നും ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്. 22 വർഷകാലം കൊണ്ടാണ് ഈ പള്ളിയുടെ പണി പൂർത്തീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പള്ളിയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ 3000-ലധികം പേർക്ക് ഒരേ സമയം പ്രാർത്ഥന നിർവഹിക്കാൻ സൗകര്യമൊരുക്കി 3 നിലകളിൽ വിശാലമായ അകത്തളത്തോടെയാണ് പള്ളി ഇരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അപ്പോൾ എത്ര വലുപ്പം ഉണ്ടാകും അതിന്? കൂടാതെ 180-ലധികം വർഷം പഴക്കമുള്ള ഈ പള്ളിയിലെ അകത്തളങ്ങളിൽ നിരന്നു നിൽക്കുന്നത് കൂറ്റൻ കരിങ്കൽ തൂണുകളാണ്. അന്നത്തെ കാലത്ത് കല്ലും മരവും കൊത്തിമിനുക്കി അത്ര ഭംഗിയോടെയും ഈടോടെയും ഒരു പള്ളി നിർമ്മിച്ചെടുക്കുക എന്നത് നിസ്സാരമാണോ? 1 മീറ്ററിലധികം ചുറ്റളവും 5 മീറ്ററിലധികം ഉയരവുമുള്ള ഈ ഭീമൻ കരിങ്കൽ തൂണുകളാണ് പള്ളിയുടെ വിസ്മയകരമായ കാഴ്ച. കേരളീയ കരവിരുതും പേശി നിർമ്മാണ രീതിയും ഒക്കെ കൂടി കലർന്നതാണ് പള്ളിയുടെ ഉൾഭാഗങ്ങളെല്ലാം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയും മനോഹരമായ അറബി ലിപികളിലുള്ള ഖുറാൻ ലേഖനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയായ മൗലാന യാക്കൂബ് മുസ്ലിയാരുടെ മേൽനോട്ടത്തിലാണ് പള്ളിയുടെയും അതിന്റെ ഒപ്പം തന്നെയുള്ള വലിയ കുളത്തിന്റെയും പണി പൂർത്തിയാക്കിയത്. അവിടെയും തീർന്നില്ല. ഇന്നത്തെ കാലത്ത് നിർമ്മാണ രീതികളെ പോലും തോൽപ്പിക്കുന്ന കൊത്തുപണികൾ നിറഞ്ഞ മിമ്പറാണ് പള്ളിയുടെ മറ്റൊരു ആകർഷണീയത. ഒന്ന് ആലോചിച്ച് നോക്കൂ, 180 വർഷം മുമ്പ് ഇത്തരത്തിലൊന്ന് കെട്ടിപ്പോക്കുന്നത്. വടക്കൻ മലബാറിൽ മതപ്രബോധന രംഗത്ത് തിളങ്ങി നിന്ന സൂഫികളുടെയും മതപണ്ഡിതന്മാരുടെയും ഖബറിടങ്ങൾ ഈ പള്ളിക്കകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആണ്ട് നേർച്ചയോ ജാറാം മൂടലോ നടക്കുന്നില്ല എന്നത് നാദാപുരം പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ നാദാപുരം പള്ളിയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.